2013 സെപ്റ്റംബർ 12 അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഒരു ചരിത്ര പ്രഖ്യാപനം നടത്തി. 1977 വിക്ഷേപിച്ച വോയേജർ 1 പേടകം മനുഷ്യൻ നിർമ്മിച്ച ആദ്യത്തെ വസ്തുവായി അന്തർനക്ഷത്രാന്തരീക്ഷത്തിലേക്ക് അഥവാ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് പ്രവേശിച്ചുവെന്ന് അവർ സ്ഥിരീകരിച്ചു. ഇത് വെറും സാങ്കേതിക നേട്ടമല്ല, മനുഷ്യർ സൂര്യന്റെ സ്വാധീനം വിട്ട് നക്ഷത്രങ്ങൾക്കിടയിലെ ശൂന്യതയിലേക്ക് കടന്ന ആദ്യ ചുവടുവയ്പ്പായിരുന്നു. വോയേജർ 1 1977 സെപ്റ്റംബർ 5 വിക്ഷേപിക്കപ്പെട്ടു. ജൂപ്പിറ്ററും സാറ്റേണും ഉൾപ്പെടെ ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും ഭൂമിയിലേക്ക് അയച്ച വോയേജർ 1 പിന്നീട് സൂര്യൻ്റെ ഹീലിയോസ്ഫിയർ, അതായത് സൂര്യക്കാറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ രക്ഷാകുട കടന്ന് പുറത്തേക്ക് യാത്ര തുടർന്നു. 2004 വോയേജർ 1 ടെർമിനേഷൻ ഷോക്ക് കടന്നു. 2004 മുതൽ 2012 വരെ ഹീലിയോഷീത്ത് വഴി സഞ്ചരിച്ചു. ഒടുവിൽ 2012 ഓഗസ്റ്റ് 25 വോയേജർ 1 ഹീലിയോപോസ് കടന്ന് ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് പ്രവേശിച്ചു. നാസ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 2013 സെപ്റ്റംബർ 12 ആയിരുന്നു. വോയേജർ 1 പ്രധാന പ്ലാസ്മ സെൻസർ 1980 തന്നെ പ്രവർത്തനരഹിതമായിരുന്നു. എങ്കിലും പേടകത്തിലെ പ്ലാസ്മ വേവ് സയൻസ് ഉപകരണമാണ് അന്തിമ തെളിവ് നൽകിയത്. 2012 മാർച്ചിലുണ്ടായ കൊറോണൽ മാസ് ഇജക്ഷൻ ഏകദേശം 13 മാസമെടുത്താണ് വോയേജറിലേക്ക് എത്തിയത്. 2013 ഏപ്രിലിൽ ആ ആഘാതം ചുറ്റുമുള്ള പ്ലാസ്മയെ വയലിൻ സമാനമായ തരംഗങ്ങൾ പുറപ്പെടുവിച്ചു. വോയേജർ 1 ആ തരംഗങ്ങൾ 2.6 കിലോഹെർട്സ് ഫ്രീക്വൻസിയിൽ രേഖപ്പെടുത്തി. അത് ശാസ്ത്രജ്ഞർ പഠിച്ചതിൽ നിന്നും തെളിഞ്ഞത് പേടകം 2012 ഓഗസ്റ്റ് 25 തന്നെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് കടന്നുവെന്നാണ്. വോയേജർ 1 വെറും 23 വാട്ട് വൈദ്യുതിയിൽ ഭൂമിയിലേക്ക് ഇപ്പോഴും വിവരങ്ങൾ അയക്കുന്നു. ഈ പേടകത്തിൽ മനുഷ്യരുടെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗോൾഡൻ റെക്കോർഡുണ്ട്. കാൾ സോഗൻ അധ്യക്ഷനായ സംഘമാണ് അത് തയ്യാറാക്കിയത്. സംഗീതം, ഭൂമിയുടെ ശബ്ദങ്ങൾ, അഭിവാദ്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ ഈ റെക്കോർഡ് മറ്റ് ഗ്രഹങ്ങളിലോ നക്ഷത്രങ്ങളിലോ ജീവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്കുള്ള മനുഷ്യന്റെ ആദ്യ സന്ദേശം കൂടിയാണിത്. 47 വർഷങ്ങൾക്ക് ശേഷവും വോയേജർ 1 തന്റെ യാത്ര തുടരുന്നു. എന്നാൽ അതിന്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ അതിന്റെ കാലപ്പഴക്കം പ്രകടമാക്കുന്നു. വോയേജർ 1 ഭൂമിയിൽ നിന്ന് 168 അസ്ട്രോണോമിക്കൽ യൂണിറ്റ് അഥവാ 25 ബില്യൺ കിലോമീറ്ററുകൾക്കപ്പുറം സഞ്ചരിക്കുകയാണ്. അതിൻ്റെ സിഗ്നലുകൾ ഭൂമിയിലെത്താൻ ഏകദേശം 23 മണിക്കൂറും 18 മിനിറ്റും എടുക്കുന്നു. ഇത് ഇപ്പോഴും ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ സൂര്യന്റെ സ്വാധീനത്തിന് പുറത്താണ്. വോയേജറിന്റെ വൈദ്യുതി ഉറവിടമായ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററിന്റെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാസ ക്രമമായി ചില ശാസ്ത്രീയ ഉപകരണങ്ങൾ ഓഫ് ചെയ്തു വരുന്നു. 2025 ഫെബ്രുവരിയിൽ കോസ്മിക് റേ സബ്സിസ്റ്റം പ്രവർത്തനം നിർത്തി. എങ്കിലും മാഗ്നറ്റോമീറ്ററും പ്ലാസ്മ വേവ് സബ്സിസ്റ്റവും ഇപ്പോഴും പ്രവർത്തിക്കുന്നു. 2023 വലിയ സാങ്കേതിക പ്രശ്നത്തെ നാസ എഞ്ചിനീയർമാർ 2024 പരിഹരിച്ചു. ഒരു പഴയ മെമ്മറി ചിപ്പിൽ ഉണ്ടായ കേടുപാടാണ് ഡാറ്റ നോയിസ് ആക്കിയത്. ദൂരെ നിന്നും കോഡ് മാറ്റിപ്പാർപ്പിച്ച് വോയേജറിനെ വീണ്ടും ശാസ്ത്രീയ വിവരങ്ങൾ അയക്കാൻ അവർ പ്രാപ്തരാക്കി. വോയേജർ 1 നേട്ടം മനുഷ്യർ നിർമ്മിച്ച വസ്തുക്കളിൽ ആദ്യമായി സൗരയൂഥത്തിന് പുറത്തേക്കുള്ള പ്രവേശനം രേഖപ്പെടുത്തുന്നു. 1970കളിലെ സാങ്കേതിക വിദ്യയുടെ ദീർഘായുസ്സിനെയും ശാസ്ത്രജ്ഞരുടെ നിരന്തര പരിശ്രമത്തിനെയും ഇത് സൂചിപ്പിക്കുന്നു. നാസയുടെ അന്നത്തെ ശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ ജോൺ ഗ്രാൻസ്ഫെൽഡ് പറഞ്ഞത് വോയേജർ മനുഷ്യരുടെ ശാസ്ത്രീയ സ്വപ്നങ്ങളിൽ പുതിയൊരു അധ്യായം ചേർത്തിരിക്കുന്നു. 2013 സെപ്റ്റംബർ 12 പ്രഖ്യാപിച്ച വോയേജർ 1 ഇന്റർസ്റ്റെല്ലാർ പ്രവേശനം മനുഷ്യർ നക്ഷത്രങ്ങളുടെ ഇടയിലെ അനന്തതയിലേക്ക് ആദ്യമായി കൈനീട്ടിയ ദിവസമായി ചരിത്രത്തിൽ ചേർന്നു. ഇന്ന് 2025 വോയേജർ 1 ഇപ്പോഴും മുന്നോട്ട് പോകുന്നു, നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ മനുഷ്യരുടെ പേരിൽ നമ്മുടെ ആദ്യത്തെ കോസ്മിക് ദൂതനായി.